വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗമെന്ന് പറയുന്നത് ബ്ലോക്ക് 1-ലെ 7-ാമത്തെ പേജാണ്. മിൻ മഷാഹിരിൽ ഖുതബാഇ ഫിൽ ആസ്രിൽ ജാഹിലിയ കാലഘട്ടത്തിലെ ഖുതബാക്കളിലെ പ്രഗത്ഭരായ ആളുകളെപ്പറ്റി. ഒന്ന്, ഖുസ് ബിൻ സാഇദ അൽ ഇയാദി. ഖുസ് ബിൻ സാഇദ ഇബ്ൻ അംർ ബിൻ അദി ഇബ്ൻ മാലിക്, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഖുസ് ബിൻ സാഇദ ബിൻ അംർ ബിൻ അദി ബിൻ മാലിക്. അറബികൾ അവരുടെ നസബ് പറയുന്ന കാര്യത്തിൽ, അത് ഓർത്തു വെക്കുന്ന കാര്യത്തിൽ പ്രഗത്ഭരായിരുന്നു. അപ്പോൾ അവർ ഏത് കുടുംബത്തിൻ്റെ കണ്ണിയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഇബ്ൻ അദിയാണ്, ഇബ്ൻ മാലിക്കാണ്. കാരണം പിന്നെ അബ്റസി ഷുഅറാ ഇൽ അറബ്, അറബി കവികളിലെ ഒരു പ്രമുഖർ കൂടിയാണ്. അപ്പോൾ ഖുസ് ബിൻ സാഇദ കവി കൂടിയാണ്. വഹുക്കമ ഇഹിം, അവരിലെ ഒരു തത്വജ്ഞാനിയാണ്, ഹക്കീമ് കൂടിയാണ്. ഫിൽ അസ്രിൽ ജാഹിലിയ കാലഘട്ടത്തിൽ. വഖദ് വാഫതഹുൽ മനിയ്യത്തു ഹവാലൈ ആം 600 മീലാദി, ക്രിസ്താബ്ദം 600 അതിനോടടുത്ത സമയത്താണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. വാഫത്തുഹു, അദ്ദേഹത്തിന് വന്നു. വാഫ എന്നുള്ള ഫിഅലിൻ്റെ കൂടെ ദമീർ വരുന്നു. ഫിഅലിൻ്റെ കൂടെ ദമീർ വരുമ്പോൾ ആ ദമീർ മഫ്ഊലിൻ്റെ അർത്ഥമായിരിക്കും. അപ്പോൾ വാഫത്തിന് വന്നു, ഹു അദ്ദേഹത്തിന്, അതിൻ്റെ ഫായിൽ അൽ മനിയ്യത്തു മരണം അദ്ദേഹത്തിന് വന്നു എന്നാണ്. അൽ മുവാഫിഖ് ലിസന 23 ഖബ്ല അൽ ഹിജ്റ, കൃത്യമായി പറഞ്ഞാൽ ഹിജ്റയുടെ 23 വർഷം മുമ്പാണ് ഇത് യോജിച്ചു വരുന്നത്. ആ ഒരു വർഷം ഹിജ്റ വർഷത്തിലേക്ക് ചേർത്തി പറയുമ്പോൾ യൻതമീല ബനു ഇയാദ് കുടുംബത്തിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ പരമ്പരകൾ എത്തുന്നത് ബനു ഇയാദ്. അപ്പോൾ ബനു ഇയാദുകാരാണ്. അതുകൊണ്ടാണ് അതിലേക്ക് ചേർത്തിയിട്ടാണ് അൽ ഇയാദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ പേര് മുഴുവനായിട്ട് പഠിക്കുക. ഖുസ് ബിൻ സാഇദ അൽ ഇയാദി. പലപ്പോഴും നെറ്റ് എക്സാമിനൊക്കെ ഭാവിയിൽ ഏത് ഗോത്രക്കാരാന്നൊക്കെ ചോദിച്ച് ചോദ്യം വരാറുണ്ട്. അത്ര ഡീറ്റെയിൽ ആയിട്ട് ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ സാഹിത്യകാരനെ പഠിക്കുമ്പോൾ തന്നെ അവരിലെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ചേർത്തി മനസ്സിലാക്കിയിട്ട് തന്നെ ഒറ്റ പേരായിട്ട് നമ്മൾ പഠിച്ചു പോകാം. വഹുവ യുഅദ്ദു മിൻ കിബാരി ഹുക്കമ ഇൽ അറബി, അദ്ദേഹം അറബി തത്വജ്ഞാനികളിലെ പ്രഗത്ഭരിൽ ഒരാളായിട്ട്, കിബാറുകളിൽ ഒരാളായിട്ട് എണ്ണപ്പെടുന്നു. വഅഹദു അബ്റസുൽ ഖുതബാഇ, അതോടൊപ്പം ഖതീബുമാരിലെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളിൽ ഒരാളും. അഹദ് ഒരാൾ, അബ്റസ് എന്നാൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, അങ്ങനത്തെ ഖുതബാക്കളിൽ ഒരാളായിട്ടും അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അല്ലദീന ഇഷ്തഹറു, ആ ഖുതബാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലദീന ഇഷ്തഹറു, അവർ പ്രസിദ്ധരായിട്ടുണ്ട്. ഫി താരീഖിഹിം, അവരുടെ ചരിത്രങ്ങളിലൊക്കെ അവർ പ്രസിദ്ധരായവരാണ്. അപ്പം അങ്ങനത്തെ കൂട്ടത്തിലെ ഒരാൾ. തുഹീതു വിലാദത്തു ഖുസ് ബിൻ സാഇദ വനഷ്അതുഹു ബിൽ കസീരി മിനൽ ഗുമൂദി അത്താരിഖി. ഇനി ഖുസിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ടാണ്, അദ്ദേഹത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ തുഹീത്തുറ വലയം ചെയ്യുന്നതാണ്. വിലാദത്തു ഖുസ് ബിൻ സാഇദ ജനമെന്ന്, അതേപോലെ വനഷ്അതുഹു, അദ്ദേഹത്തിൻ്റെ വളർച്ച എങ്ങനെയൊക്കെ ഏതൊക്കെ സമയത്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവ പിന്നെ ബിൽ കസീരി മിനൽ ഗുമൂദ്, ധാരാളം അവ്യക്തതകളുണ്ട്. അൽ കസീർ മിനൽ ഗുമൂദ് പറഞ്ഞാൽ അവ്യക്തതകൾ. എന്തവ്യക്തത? അത്താരീഖി, അതിൻ്റെ ഡേറ്റ് സംബന്ധമായി, ചരിത്ര സംബന്ധമായിട്ടുള്ള ധാരാളം അവ്യക്തതകൾക്ക് ചുറ്റിപ്പറ്റിയാണ് അവ നിലകൊള്ളുന്നത്. എന്തുകൊണ്ടാണ് ഇത് കാരണം? ലാ തൂജദു തഫാസീലു ദഖീഖത്തുൻ അൻ ഹയാത്തിഹി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി സൂക്ഷ്മമായ വിശദ വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട്. ലാ തൂജദു, കാണപ്പെടുന്നില്ല. തഫാസീൽ എന്ന വിശദാംശങ്ങൾ. റഹിമമാ യുഖാൽ അൻ സീറത്തിഹി മിൻ അസാത്തീർ, അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് പല അസാത്തീറുകളാണ്. ഉസ്തൂറുഞ്ചും അസാത്തീർ എന്നാൽ ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ കെട്ടുകഥകൾ, അങ്ങനെ കഥകളൊക്കെ ആയിട്ടാണ്, ഒരു ചരിത്രരേഖയായിട്ട് പറയാൻ പറ്റാത്ത രൂപത്തിലാണ് അവ നിലകൊള്ളുന്നത്. ഇല്ല അന്നഹു, അങ്ങനെയൊക്കെയാണെങ്കിലും, ഇല്ല അന്ന എന്നിരുന്നാലും, ഹു അദ്ദേഹം, മിനൽ മർജഹ് താരിഖിയൻ അന്നഹു കാന മിനൽ ഹുലഫാ ഇൽ അവ്വാഇൽ, നമുക്ക് മർജഹായിട്ട് അല്ലെങ്കിൽ അവലംബിക്കാൻ പറ്റുന്ന കാര്യം, താരീഖിൻ ചരിത്രപരമായിട്ട് അവലംബിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അന്നഹു കാന മിനൽ ഹുനഫാ ഇൽ അവ്വാഇൽ, ആദ്യകാല ഹുനഫാക്കളിൽപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അതൊക്കെ ഒരു മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഖുസ് ബിൻ സാഇദ ഒരു ഹുനഫായിൽപ്പെട്ടാണ്. ഹനീഫ്, ജാഹിലിയ കാലഘട്ടത്തിൽ അവിടെ ഹനീഫുമാരുണ്ടായിരുന്നു. ഹുനഫാക്കൾ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ മക്കയിലേക്ക് മകൻ ഇസ്മായിലിനെയും ഉമ്മയെയും കൊണ്ടാക്കി അവിടുന്ന് അങ്ങോട്ട് പിന്നീട് അറബികൾ ഉണ്ടാവുകയാണല്ലോ. അവിടുന്ന് ഇസ്മായിൽ നബിയുടെ പിൻതലമുറയാണ് പിന്നെ മക്കയിൽ ജീവിക്കുന്നത്. അപ്പോൾ അവർക്കിടയിലൂടെ ഇസ്മായിൽ നബി നടത്തിയ ദഅവത്ത്, ആ ഒരു പ്രബോധനം, ആ ഒരു മത വീക്ഷണം ഫോളോ ചെയ്തുകൊണ്ട് അവിടെ പലരും ജീവിച്ചു വന്നിട്ടുണ്ട്. പിൽക്കാലങ്ങളിൽ അവർക്കിടയിൽ കുറേ ആളുകൾ തെറ്റിപ്പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവിടേക്ക് പിൽക്കാലത്ത് പിന്നെ ബിംബാരാധന കടന്നു വന്നു.
അമ്രുബ്നു ലുഹി അൽ ഖുസാഇ എന്ന് പറയുന്ന അന്നത്തെ വലിയൊരു പണ്ഡിതൻ, അവരുടെ കൂട്ടത്തിൽ വലിയ പ്രഗത്ഭനായ ഒരു പണ്ഡിതനും ഒരു നേതാവും ഒരു അമീറൊക്കെ ആയിരുന്നു അൽ ഖുസാഇ ഗോത്രക്കാരനായ അൽ ഖുസാഇയായ ഈ അമ്രുബ്നു ലുഹി എന്ത് ചെയ്യാണ്, പിന്നീട് അദ്ദേഹത്തിൻ്റെ കച്ചവട യാത്രയിൽ സിറിയയിലൊക്കെ പോകുമ്പോൾ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന നിലക്കുള്ള പല ബിംബ ആരാധനകളും മറ്റു രൂപങ്ങളും അവിടെയുള്ള ആളുകളൊക്കെ നടത്തുന്ന പല രൂപങ്ങളൊക്കെ കാണുന്നു. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം അവിടുത്തെ ബഹുദൈവ വിശ്വാസികൾ അല്ലെങ്കിൽ ബിംബാരാധകരുടെ ബിംബത്തിൽ നിന്നൊരു ബിംബം അദ്ദേഹം ഹുബിൽ എന്ന് പറയുന്നൊരു ബിംബത്തെ അവിടെ നിന്ന് കൊണ്ടുവരികയാണ്. അങ്ങനെ അദ്ദേഹത്തിന് വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവരതിനെ കൊടുക്കുന്നു. അത് കൊണ്ടുവന്ന് പിന്നെ മക്കയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് അവിടെ നിന്നാണ് പിന്നീട് ഏകദൈവ വിശ്വാസികളായിരുന്ന ആ പിൻതലമുറക്കാർക്കിടയിൽ പിന്നീട് ഈ ഒരു ബഹുദൈവ വിശ്വാസം എന്ന ബിംബാരാധന എന്ന ഒരു കാര്യത്തിലേക്ക് അവർ വഴിമാറുന്നതും അതിൻ്റെ തുടക്കക്കാരൻ അദ്ദേഹമായിട്ട് അങ്ങനെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഭാഗത്ത് ബിംബാരാധന ഉണ്ടാകുമ്പോഴും ഇസ്മായിൽ നബിയുടെ അതേ യഥാർത്ഥ ഇസ്ലാമിനെ ഫോളോ ചെയ്തു വരുന്നൊരു വിഭാഗം അവിടെ നിലനിന്ന് പോന്നിരുന്നു. അപ്പോൾ പ്രവാചക വിശ്വാസം വരുന്ന സമയത്തൊക്കെ പിന്നെ യഥാർത്ഥ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. ഇസ്മായിൽ നബിനെ, ഇബ്രാഹിം നബിനെ, ഈസാ നബിനൊക്കെ അങ്ങനെ ഫോളോ ചെയ്ത് ആ ഒരു നിലക്ക് തന്നെ ജീവിക്കുന്നവരുണ്ടായിരുന്നു. അവർ അന്ന് അറിയപ്പെട്ട ഹനീഫ് എന്നാണ്. ഹനീഫ് എന്ന് പറഞ്ഞാൽ വക്രതയില്ലാത്ത നേർക്കുനേരെ തൗഹീദ് അനുസരിച്ച് പോകുന്നവർ എന്നാണ് ഹനീഫിൻ്റെ യഥാർത്ഥ അർത്ഥം. ഇബ്രാഹിം നബിനെ പറ്റി ഹനീഫൻ മുസ്ലിം എന്നല്ലോ എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ്, അതോടൊപ്പം യാതൊരുവിധ ഷിർക്കിൻ്റെ ഭാഗങ്ങളും ചേരാത്ത കൃത്യമായ തൗഹീദ്, പ്രാർത്ഥന, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ച് തൻ്റെ ഇബാദത്തുകൾ അള്ളാഹ്ക്ക് മാത്രം നൽകി അള്ളാഹ്ക്ക് മുമ്പിൽ മാത്രം കർമ്മങ്ങൾ അർപ്പിക്കുന്ന ആരാധനയുടെ എല്ലാ വിഷയത്തിലും അള്ളാഹ്ക്ക് എന്തോ കൊടുക്കേണ്ടോ അതൊക്കെ കൊടുത്തുകൊണ്ട് ജീവിച്ചവർ, ആ മാർഗ്ഗത്തിൽ വന്നവർ. അങ്ങനെ ആ കൂട്ടത്തിൽ അന്ന് മക്കയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അൽ വറഖത്ത് ബിൻ നൗഫലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കുറേ ഹനീഫുമാരുണ്ടായിരുന്നു. അപ്പോൾ അതേ രൂപത്തിൽ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽ അൽ ഹുനഫ, അവർ കുറേ ആൾക്കാരുണ്ട്. അൽ ഹുനഫ ഇൽ അവാഇൽ, അവരെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ് ഖുസ് ബിൻ സാഇദ എന്ന് പിന്നെ ചരിത്രരേഖകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലദീന ലഹറു ഫി ഫത്രത്തിൻ ബിദായത്തിൻ, ഇവരാരാണ്? ആദ്യകാലത്തെ ഹുനഫാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലദീന ലഹറു ഫി ഫത്രത്തിൻ ബിദായത്തിൻ ഹിറാഫിൽ അറബ്, അറബികളുടെ വ്യതിയാന ആരംഭത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ചവർ ഉണ്ടായിരുന്നവർ. ഇൻഹിറാഫ് വ്യതിയാനം, എവിടെ നിന്നുള്ള വ്യതിയാനം? അൻ ദീനിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഇൻഹിറാഫ് അൻ ദീന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി കൊണ്ടുവന്ന മതത്തിൽ നിന്ന്. ഹൈസു കാന യദ്ഊഹും, ഇവർ അങ്ങനെയുള്ളവരായിരുന്നു ഈ ഹുനഫാക്കൾ. അവർ കാന യദ്ഊഹും, അവർ ഇവരെ ക്ഷണിച്ചു, ഈ വ്യതിചലിച്ചു പോയ ആളുകളെ, ലിൽ ഔദ ഇല, തിരിച്ചു വരണമെന്ന്. ആദ ഇല, ഔദത്ത് എന്ന തിരിച്ചു വരവ്, ഔദ ഇല എന്ന അതിൻ്റെ കൂടെ ഉണ്ടാവും. എവിടേക്ക് തിരിച്ചു വരണം? ഇല ത്വരീഖിൽ മുസ്തഖീം, നേരെയുള്ള വഴിയിലേക്ക്. അപ്പോൾ അതിലേക്ക് തിരിച്ചു വരണമെന്ന് അതിന് ദഅവത്ത് നടത്തുന്നവരും ക്ഷണിക്കുന്നവരുമായിരുന്നു ഈ ഹുനഫാക്കൾ. അതോടൊപ്പം യുകാഫിഹു, അവർ ഏറ്റുമുട്ടിയിരുന്നു, അവർ പ്രതിരോധിക്കുക, ഏറ്റുമുട്ടുക. മാ ത്വറ അലൈഹിം, അവരെ മുന്നിൽ ഉണ്ടായിത്തീർന്ന, ത്വറ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരിക, ത്വറ അലൈഹിം, അവരിൽ ഉണ്ടായിട്ടുള്ളതിനെ, മാത്ര അലൈഹിം, എന്തൊക്കെ ഉണ്ടായ, മിൻ ബിദഅ, ഒരുപാട് ബിദഅത്തുകൾ, വദലാലാത്ത്, ഒരുപാട് വഴികേടുകൾ. അപ്പോൾ ആ വഴികേടുകളും ബിദഅത്തുകളും അവർക്ക് പുതുതായി ഉണ്ടായിട്ടുള്ള ആ സംഗതികൾക്കെതിരെ പടപൊരുതിയും അതോടൊപ്പം യഥാർത്ഥ മാർഗത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ക്ഷണിച്ചുകൊണ്ടും അങ്ങനെ ദഅവത്ത് നടത്തുന്ന ആളുകൾ കൂടെയായിരുന്നു ഈ ഹുനഫാക്കൾ. അവരിലെ ഒരു വ്യക്തിയാണ് ഖുസ് ബിൻ സാഇദ. യുർവ അന്ന ഖുസ് ബിൻ സാഇദ അൽ ഇയാദി കാന അവ്വല മൻ ഖതബ ബൈനൽ അറബി മുസ്തനിദൻ ഇലാ സൈഫിൻ ഔ അസ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, പലപ്പോഴും നമ്മുടെ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ്? ഖുസ് ബിൻ സാഇദ് അൽ ഇയാദി ആയിരുന്നു കാന അവ്വല മൻ ഖതബ, ആദ്യമായി ഖുതുബ പറഞ്ഞ വ്യക്തി, പ്രസംഗിച്ച വ്യക്തി. എങ്ങനെ? ബൈനൽ അറബ്, അറബികൾക്കിടയിൽ. എങ്ങനെ? മുസ്തനിദൻ ഇലാ സൈഫിൻ, ഒരു വാളിലേക്ക് ഊന്നി നിന്നുകൊണ്ട്, ഔ അസ, അല്ലെങ്കിൽ ഒരു വടി പിടിച്ചുകൊണ്ട്, കുത്തിപ്പിടിച്ചുകൊണ്ട് അറബികൾക്കിടയിൽ ആദ്യമായി ഖുതുബ പറഞ്ഞ വ്യക്തി ഖുസ് ബിൻ സാഇദ് അൽ ഇയാദിയാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അവ്വലു മൻ ഇസ്തഖ്ദമ ഇബാറ അമ്മാ ബഅദ് ഫീ ഖുതുബിഹി, തൻ്റെ പ്രസംഗങ്ങളിലൊക്കെ ആദ്യത്തെ ഹംദ് സ്വലാത്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആദ്യ ഭാഗം കഴിഞ്ഞിട്ട് പിന്നീട് അവരുടെ വിഷയത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അമ്മാ ബഅദ് എന്ന ഫ്രേസ് ഉപയോഗിച്ച, ഖുതുബയിൽ ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയും ഖുസ് ബിൻ സാഇദയാണ്. കാന യർതജിലു ഇലാ ഖൈസർ റൂമില്ലദീ കാന യസ്തഖ്ബിലുഹു ബിതഖ്ദീരിൻ വ ഇക്റാമിൻ കബീറൈൻ. അതോടൊപ്പം ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, അദ്ദേഹം പലപ്പോഴും റോമ ചക്രവർത്തി ഖൈസറിൻ്റെ അടുക്കലേക്ക് പോകാറുണ്ട്. ഇർത്തഹല ഇല, അദ്ദേഹം കാന യർതഹിലു, അദ്ദേഹം യാത്ര പോകാറുണ്ടായിരുന്നു ഇല ഖൈസർ റൂം, റോമ ചക്രവർത്തിയുടെ അടുക്കലേക്ക്. അല്ലദീ കാന യസ്തഖ്ബിലുഹു, ഈ റോമ ചക്രവർത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, ബിതഖ്ദീരിൻ വ ഇക്റാമിൻ, എല്ലാവിധ പരിഗണന കൊടുത്തുകൊണ്ട്, എല്ലാവിധ ആദരവോടും, അതും കബീറൈനി, നല്ല ഉയർന്ന നിലക്കുള്ള സ്വീകാര്യത കൊടുത്തുകൊണ്ട്. അപ്പോൾ റോമ ചക്രവർത്തിയുടെ അടുക്കൽ സ്വീകാര്യതയുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം.
വയുഅ്തബറു മിനൽ മുഅമ്മരീൻ, ധാരാളം ഉംറുണ്ടായ വ്യക്തി, ആയുസ്സുള്ള വ്യക്തിയായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ഹൈസു ഇംതദ്ദത്ത് ഹയാത്തുഹു ത്വീലൻ, അദ്ദേഹത്തിൻ്റെ ലൈഫ് നീണ്ടുപോയിട്ടുണ്ട്. ത്വീലൻ ഹത്ത അദ്റക സമനൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, എത്രത്തോളം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം വരെ അദ്ദേഹം ജീവിച്ചു. എപ്പോൾ? ഖബ്ല നുസൂലിൽ വഹ്യ്, പ്രവാചകന് വഹ്യ് വരുന്നതിന് മുമ്പ് പ്രവാചകൻ മക്കയിൽ ജീവിക്കുന്ന കാലഘട്ടം വരേക്കും അദ്ദേഹം ജീവിച്ചതായിട്ട് ചരിത്രരേഖയിൽ കാണാം. വറആഹു ഫീ സൂഖി ഉക്കാദ്, ഉക്കാദ് ചന്തയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. കാന ഖുസ്സു യഅരിഫു അനിൻ നബിയ്യി കാന ഖുസ്സു യഅരിഫു അനിൻ നബിയ്യി വയൻതളിറു ബിഅസതഹു. ഇവിടെ പറയുന്നത് ഖുസ്സിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാമായിരുന്നു എന്നും പ്രവാചകൻ നിയോഗത്തെ പ്രതീക്ഷിക്കുന്നു എന്നും, അങ്ങനെ ഒരു നബിയെ അറിയാമായിരുന്നു, അങ്ങനെ നബി വരാനുണ്ടെന്നുള്ള പ്രവാചക നിയോഗത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ബിഅസത്ത്, നിയോഗം. ഖായിലൻ, അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഇന്ന ലില്ലാഹി ദീനൻ അഫ്ദല മിനദ്ദീനില്ലദീ കാന യത്തബിഉഹു ഖൗമുഹു ഫീ ദാലിക്കൽ ഹീൻ. ഇത് അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്. ഇന്ന ലില്ലാഹി ദീനൻ, അള്ളാഹിൻ്റെ അടുക്ക് മതമുണ്ട്, അത് അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠമാണ്, മിനദ്ദീൻ, ഒരു മതത്തെക്കാളും, അല്ലദീ കാന യത്തബിഉഹു ഖൗമുഹു ഫീ ദാലിക്കൽ ഹീൻ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജനത പിൻപറ്റിയിരുന്ന മതത്തെക്കാളും ശ്രേഷ്ഠമായ മതമാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മതം. വകാന നബി യദ്ഉ ലഹു ബിർറഹ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. വയഖൂലു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറ്റി പറയുന്നു, യുഹ്ശറു യൗമൽ ഖിയാമ കഉമ്മത്തിൻ വാഹിദ, ഒരൊറ്റ സമൂഹത്തെ പോലെ ഖിയാമത്ത് നാളിൽ അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പോൾ ഒന്നാമത്തേത് ഖുസ് ബിൻ സഈദ അൽ ഇയാദി. രണ്ടാമത്തേത് സഹ്ബാൻ ഇബ്ൻ വാഇൽ അൽ ബാഹിലി, അദ്ദേഹത്തിൻ്റെ പേര് സഹ്ബാൻ ഇബ്ൻ വാഇൽ അൽ ബാഹിലി എന്നുള്ള പേരാണ് പ്രസിദ്ധനായത്. നമുക്ക് നോക്കാം. ഷഹ്ബാൻ ഇബിൻ സഫർ ഇബിൻ അയാസ് അൽ വാഇലി, അദ്ദേഹം കാന ഖതീബൻ ഫസീഹൻ മുബല്ലിഗൻ ഷഹീറൻ, അദ്ദേഹം ഒരു വാചാലനായ ഒരു ഖതീബാണ്, അതോടൊപ്പം ഒരു പ്രസിദ്ധനായ ഒരു മുബല്ലിഗാണ്. മുബല്ലിഗ് എന്ന് പറഞ്ഞാൽ തൻ്റെ അടുക്കുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതാക്ക് പറയും, അത് ബലാഗയോട് കൂടി എത്തിക്കുന്നതാക്ക് പ്രത്യേകിച്ച് പറയും, എന്ന് പറഞ്ഞാൽ വാചാലമായി സംസാരിക്കുന്നവൻ. ആഷഫിൽ ഫത്ര ബൈനൽ ജാഹിലിയ വൽ ഇസ്ലാം, ജാഹിലിയത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം ജാഹിലിയത്തിൽ, പിന്നെ ഇസ്ലാമിലും, അങ്ങനത്തെ ആ ഒരു പീരീഡാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. യുഖാലു, പറയപ്പെടുന്നു, ഇന്നഹു അസ്ലമ ഫി അഹ്ദിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിലാണ് അദ്ദേഹം മുസ്ലിമായതെന്ന് പറയപ്പെടുന്നു. ലാകിന്നഹു ലം യൽതഖി ബിഹി ഷഖ്സിയൻ, പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നേർക്കുനേരെ കണ്ടുമുട്ടിയിട്ടില്ല. ആഷ സഹ്ബാൻ ഉംറൻ ത്വീലൻ, അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ചു, പിന്നെ കാണാൻ ഭാഗമില്ലെങ്കിലും ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്, അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട്. അത് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഹൈസു യുറുവ, എത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അന്നഹു ബലഗ മിഅ വസമാനീന ആമൻ, അദ്ദേഹം 180 വയസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വഖദ ജുസ്അൻ മിൻ ഹയാത്തിഹി, തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് അദ്ദേഹം കഴിച്ചുകൂട്ടി. ഫി ദിമഷ്ക്, ദമസ്കസിൽ, ലദ മുആവിയ ഇബ്ൻ അബി സുഫിയാൻ, മുആവിയത്ത് ഇബ്ൻ അബി സുഫിയാൻ്റെ അടുക്കൽ ദിമഷ്കിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നല്ലൊരു പാർട്ടും ചെലവഴിച്ചിട്ടുള്ളത്. ഉരിഫ സഹ്ബാനു ബി ഫസാഹത്തിഹി വ ബലാഗത്തിഹി അൽ ഫായിഖ, സഹ്ബാൻ അറിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഫസാഹത്ത് കൊണ്ടും ബലാഗത്ത് കൊണ്ടുമാണ്. ഫസാഹ വൈഭവം, ഭാഷാ വൈഭവം, ബലാഗ ഭാഷാ സാഹിത്യം, അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ അൽ ഫായിഖ ഉയർന്ന രൂപത്തിലുള്ള ഉന്നതമായ നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് കൊണ്ട്, വാചാലത കൊണ്ടാണ് അദ്ദേഹം അറിയപ്പെട്ടത്. വകാന ഹീന യഖ്തുബു യഅ്തമിദു അലൽ അസ അല്ലത്തി യത്തകിഉ അലൈഹ, അദ്ദേഹം ഖുത്ബ പറയുമ്പോൾ അദ്ദേഹം ഒരു വടിയെ അവലംബിക്കുമായിരുന്നു, ഊന്നി നിൽക്കുമായിരുന്നു. യഅ്തമിദു അല, അവലംബിക്കുന്നു. അല്ലത്തി, എങ്ങനത്തെ വടിയാണ്? അൽ അസ, അല്ലത്തി, അസ എന്നുള്ള മുഅന്നസായിട്ടാണ് ഉപയോഗിക്കാം, അതുകൊണ്ട് അല്ലത്തി എന്ന് പറഞ്ഞത്. അല്ലത്തി, എങ്ങനത്തെ വടി? യത്തകിഉ അലൈഹ, ഇത്തക അല എന്ന് പറഞ്ഞാൽ ഊന്നി നിൽക്കുക എന്നാണ്, ഇങ്ങനെ തൂങ്ങി നിൽക്കുക. അപ്പോൾ യത്തകിഉ അലൈഹ, അതിന്മേൽ അദ്ദേഹം ഊന്നി നിന്നുകൊണ്ട്, ഇത്തക അല എന്നാണ് വരിക കേട്ടോ. കാന യഖ്തുബു ലി ഫത്റാത്തിൻ ത്വീല, നീണ്ട ഒരു ടൈം വരെ അദ്ദേഹം സംസാരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ വാചാലമായി മണിക്കൂറുകളോളം അദ്ദേഹം സംസാരിക്കുമായിരുന്നു. ഫത്രത്തിന് ഒരു പീരീഡ്, ടൈം. ഫത്റാത്തിൻ ത്വീല, നീണ്ട സമയം. ദൂന ഐ യുഈദ കലിമ ഔ യതവഖഫ്, അദ്ദേഹത്തിൻ്റെ ആ വാചാലത പറയാണ്. അങ്ങനെ നീണ്ട സമയം സംസാരിക്കുമ്പോഴും ദൂന ഐ യുഈദ, ആവർത്തിക്കലില്ലാതെ, ഐ യുഈദ, ആവർത്തിക്കൽ, അത് മസ്തറിൻ്റെ മായന, മസ്തർ മുഅവ്വലായിട്ട് വരിക. ദൂന ഇല്ലാതെ, ദൂന ഐ യുഈദ, ആവർത്തിക്കലില്ലാതെ, കലിമത്തൻ, ഒരു വാക്ക് പോലും. ഔ യതവഖഫ്, അല്ലെങ്കിൽ സ്റ്റോപ്പായി പോവാതെ, എവിടെയെങ്കിലും മുറിഞ്ഞു പോകാതെ, അങ്ങനെ ദീർഘനേരം റിപ്പീറ്റേഷൻ ഇല്ലാതെ പ്രസംഗിക്കാൻ കഴിയുന്ന ശേഷി അദ്ദേഹത്തിനുണ്ട്. അവിടെയും അവസാനിച്ചില്ല. വദൂന ഐ യതനഹ്നഹ, ഒന്ന് ചുമക്കുക പോലും ചെയ്യാതെ. ഔ യഖ്തഅ ഹദീസുഹു, അല്ലെങ്കിൽ തൻ്റെ വർത്തമാനം മുറിഞ്ഞു പോവില്ല. ഖബ്ല ഇത്മാമിൽ മഅന, അദ്ദേഹം ഉദ്ദേശിച്ച ആ ആശയത്തെ പൂർത്തിയാക്കുന്നതിന് മുമ്പ്,
ഒരിക്കലും മുറിഞ്ഞു പോകൂല. ഇത്മാം പൂർത്തിയാക്കുക. ലിഹാദ സബബ് ഇക്കാരണങ്ങൾ കൊണ്ട് ദുരിബ ബിഹിൽ മസലു ഫിൽ ബലാഗ സാഹിത്യത്തിൽ അദ്ദേഹം ഒരു ആപ്തവാക്യമായി പ്രചരിക്കപ്പെട്ടു, ഒരു പഴഞ്ചൊല്ലായി അദ്ദേഹത്തിലൂടെ രൂപാന്തരപ്പെട്ടു. ഹൈസു ഖീല ഇങ്ങനെ പറയപ്പെട്ടു, അബ്ലഗു മിൻ സഹ്ബാൻ വാഇൽ സഹ്ബാൻ വാഇനേക്കാളും സാഹിത്യവാൻ അല്ലെങ്കിൽ സഹ്ബാൻ വാഇലിനോളമുള്ള സാഹിത്യകാരൻ എന്നൊക്കെ പറയപ്പെട്ടു. എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ നിൽക്കാണ്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ വന്നാൽ അത് പിന്നെ ഒന്ന് മുറിഞ്ഞു പോകാതെ അല്ലെങ്കിൽ ഒന്ന് ചുമക്കാതെ ആ നിലക്ക് ഒന്ന് സുദീർഘമായിട്ട് ബലാഗ ഉൾക്കൊണ്ടുന്ന രൂപത്തിൽ സംസാരിക്കാൻ ഒരാൾക്ക് ശേഷിയുണ്ടെങ്കിൽ അയാളെ പറ്റി എന്ത് പറയും? അബ്ലഗു മിൻ സഹ്ബാൻ വാഇൽ സഹ്ബാൻ വാഇലിനേക്കാളും നന്നായി സംസാരിക്കുന്നവൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സഹ്ബാൻ വാഇലിൻ്റെ പേര് അവിടെ ആ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടു. ഇസ്തഖ്ദിമ ഫി ഖുതബിഹി ഇബാറാത്തുൻ ഖസീറ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇസ്തഖ്ദമ ഫി ഖുതബിഹി തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിച്ചു ഇബാറാത്തിൻ ഖസീറ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ, വമുസ്ദൗജ അതിങ്ങനെ ഡബിളായിട്ട് വരുന്ന സെൻറ്റൻസുകൾ, മുഹമ്മലതൻ ബിൽ ഹിക്മ വൽ അഫ്കാർ അൽ അമീഖ ആ സെൻറ്റൻസുകളിലാവട്ടെ അവ വഹിക്കുന്നുണ്ടാകും ഹിക്മ തത്വജ്ഞാനം, വൽ അഫ്കാർ അൽ അമീഖ ആഴമേറിയ ചിന്തകൾ, മിമ്മ ജഅല കലിമാതിഹി തൻതശിറു വ തുതദാവലു എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ പിന്നീട് തെൻതഷിർ അതാകെ വ്യാപിച്ചു ആളുകൾക്കിടയിൽ, വാറ്റുതാവൽ അവർക്കിടയിൽ അത് ഉപയോഗിക്കപ്പെട്ടു. അങ്ങനത്തെ ആശയങ്ങളുള്ള ആഴമേറിയ ചിന്തകളുള്ള തത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള വാചകങ്ങളും ചെറിയ ചെറിയ വാക്കുകളുമായിട്ട് അതങ്ങനെ ഇരട്ടിപ്പിച്ച് ഒരു കാര്യം പറയും അതിനെ വീണ്ടും വേറെ വാക്കിലൂടെ റിപ്പീറ്റ് ചെയ്ത് പറയും. ആ നിലക്ക് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ ഖുതുബയിൽ കാണാൻ പറ്റുക. മിനൽ മവാഖിഫില്ലത്തി തബ്റുസു സിഖത്ത് സഹ്ബാൻ ബി ബലാഗത്തിഹി ഹദസത് ഇൻദമ ഖദിമ ഇലാ മുആവിയ. ഇനി അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലുള്ള ആ ഒരു പിന്നെ ഈ നിലക്കൊക്കെ ആയിരുന്നു എന്നത് തെളിയിക്കുന്ന ഒരു സംഗതിയാണ്, ഒരു സന്ദർഭത്തിൽപ്പെട്ടതാണ്. മിനൽ മവാഖിഫ് സന്ദർഭത്തിൽപ്പെട്ടതാണ്. ഏത് ഹദസത്ത് ഉണ്ടായത് ഇൻദമ ഖദിമ ഇലാ മുആവിയ മുആവിയയുടെ അടുക്കലേക്ക് വന്ന സമയത്ത്, മുആവിയ റളിയല്ലാഹു അടുക്കലേക്ക് വന്നു. ഫിഷാം സിറിയയിൽ ഷാമിൽ വന്നു. മഅ വഫ്ദിൻ മിൻ ഖുറാസാൻ ആര് വന്നു? ഖുറാസാനിൽ നിന്നുള്ളൊരു സംഘത്തോടൊപ്പം ഒരു സംഘം അവിടെ വരികയാണ്. അവിടെ ഒരു സംഘം രാജാവിനെ കാണാൻ വേണ്ടി വന്നു. ത്വലബ മിൻഹു മുആവിയ യഖ്തുബ് ഈ സമയം മുആവിയ അദ്ദേഹത്തോട് ഖുതുബ പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ത്വലബ മിൻഹു അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു മുആവിയ അൻ യഖ്തുബ് അദ്ദേഹം ഖുതുബ പറയാൻ. ഫത്വലബ സഹ്ബാൻ അസ സഹ്ബാൻ ഒരു വടി വേണമെന്ന് ആവശ്യപ്പെട്ടു. മുഷീറൻ ഇല അന്നൽ അസ കാനത്ത് അദാത മൂസ ഇൻദമാ ഖാതബ റബ്ബഹു. അവിടെ അദ്ദേഹത്തിൻ്റെ തെളിവെന്താണ്? മുഷീറൻ ഇല അന്നൽ അസ ഒരു അസയിലേക്ക് സൂചന കൊടുത്തുകൊണ്ട്, ഒരു വടിയിലേക്ക് സൂചന കൊടുത്തുകൊണ്ട്. അതേതാണ് വടി? ഖാനത്ത് ആ വടിയായിരുന്നു അദാത്ത മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഒരു അവലംബം അതായിരുന്നു. ഇന്ദ മഖാതബ റബ്ബഹു റബ്ബിനോട് അഭിസംബോധന ചെയ്തപ്പോൾ, അപ്പോൾ ആളുകളോട് അഭിസംബോധന എനിക്ക് വടി വേണം. മൂസാ നബി പണ്ട് അള്ളാഹിനോട് സംസാരിച്ചപ്പോൾ വടി സ്വീകരിച്ച പോലെ എന്ന് പറഞ്ഞിട്ട് ഒരു വടി കൊണ്ടുവരാൻ പറഞ്ഞു. സുമ്മ ബദഅ ബിൽ ഖിതാബ പിന്നെ അദ്ദേഹം ഖുത്ബ തുടങ്ങി. മുൻദു ളുഹുർ മുതൽ ഹത്തൽ അസ്ർ നിസ്കാരം വരെ ദൂന തവഖുഫിൻ ഔ സുആലിൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാതെ ഒന്ന് ചുമക്കാതെ. വലം യഖ്ബൽ അൻ യുഖ്തഅ ഹദീസഹു ഒരു സംഗതിയും അദ്ദേഹത്തിൻ്റെ വർത്താനം മുറിഞ്ഞു പോകുന്നൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ഹത്താ ഇൻദമാ അശാറ മുആവിയ ഇലാ വഖ്തി സ്വലാത്ത് ഇത് നിർത്തുന്നില്ല. അവസാനം മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു നിസ്കരിക്കാൻ സമയമായി എന്ന് സൂചന കൊടുക്കണവരെ, ഇൻദമാ അശാറ സൂചന കൊടുക്കണവരെ മുആവിയ ഇലാ വഖ്തി സ്വലാത്ത് അസ്ർ നിസ്കാര സമയമായി. ചില ആൾക്കാർ അങ്ങനെ മൈക്കിട്ട് അങ്ങനെ പ്രസംഗിക്കും. അവസാനം സ്റ്റേജിലെ ഡ്യൂട്ടിയിലെ ആൾ അവസാനം എഴുത്ത് കൊടുക്കേണ്ടി വരും നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു സൂചന കൊടുക്കണവരെ ഫറദ്ദ അലൈഹി സഹബാൻ ആ സൂചന കിട്ടിയപ്പോൾ സമയമായി എന്നൊക്കെ സൂചന കിട്ടിയപ്പോൾ സഹ്ബാൻ അവിടെ മറുപടി കൊടുത്തു. അസ്വലാത്തു അമാമക് വനഹ്നു ഫി സ്വലാത്തിൻ വതഹ്മീദിൻ വവഇദിൻ വവഈദ് നിസ്കാരം നിങ്ങളുടെ മുമ്പിലാണുള്ളത്. അസ്വലാത്തു അമാമക് നിസ്കാരം നിങ്ങൾക്കുള്ളത്. വനഹ്നു ഫി സ്വലാത്തിൻ നമ്മളിപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വലാത്തിലാണ്, പ്രാർത്ഥനയിലാണ്. വതഹ്മീദിൻ അള്ളാഹിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഖുതുബയിലൂടെ. വവഈദിൻ ചില മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വവഈദിൻ ചില താക്കീതുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അതിന് പ്രതികരിച്ചുകൊണ്ട് ഇങ്ങനൊരു വാചകം പറഞ്ഞു. ഹീനഹാ ഖാല മുആവിയ അപ്പോൾ മുആവിയ എന്ത് പറഞ്ഞു? അൻ തഖ്തുബുൽ അറബ് നീ അറബികളുടെ ഖത്തീബ് തന്നെയാണ്, സമ്മതിച്ചു നിർത്തിക്കളാന്ന് നടത്തൽ. കാരണം അറബികൾക്ക് ഒന്നടങ്കം പ്രഭാഷകനായിട്ട് നിന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് രാജാവ് പറയാണ്. ഫഅജാബ സഹബാൻ ബിസിഖ അപ്പോൾ ആത്മവിശ്വാസത്തോടെ സഹബാൻ പറയാണ്. വൽ അജം വൽ ഇൻസ് വൽ ജിന്ന് അങ്ങനെ കൂടി പറയണം. വൽ അജമി അറബികളെ മാത്രമല്ല അനറബികളുടെയും. അപ്പോൾ ലോകത്തെല്ലാവരും വന്നു. വൽ ഇൻസ് മനുഷ്യരുടെയും, ഇനി ആരെങ്കിലും പെടാത്തണ്ടെങ്കിൽ മറ്റു മനുഷ്യരുടെയും. അവിടെ നിർത്തേണ്ട വൽ ജിന്ന് ജിന്നുകളുടെയും. ഇവരിലൊക്കെ ഏറ്റവും അഖ്തബ് പറഞ്ഞാൽ ഏറ്റവും വലിയ ഖത്തീബ് ഞാൻ തന്നെയാണ് എന്ന് അതിലേക്ക് കൂട്ടിച്ചേർത്തി പറഞ്ഞു എന്നുള്ളതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ ആ സാഹചര്യമൊക്കെ പ്രകടമാക്കുന്നൊരു സന്ദർഭമായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. മറ്റൊന്ന് അക്സബ് ബിൻ സ്വൈഫിയ് അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു ഹക്കീമായിരുന്നു.
അക്സമുൻ സൊയ്ഫി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടൊക്കെ പ്രസിദ്ധമായ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാനൊക്കെ കാണാൻ പറ്റും. അക്സമുൻ സൊയ്ഫി ഇബ്നു റിബാഹ് അഷരീഫി അൽ ഉസൈദി അൽ ഉമർ അൽ അംറവി അത്തമീമി യുഅദ്ദു മിൻ അഅലമി ഹുക്കാമിൽ അറബ് ഫിൽ ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾക്കിടയിലെ പ്രസിദ്ധനായ ഹക്കീമായിട്ട് അവരുടെ കൂട്ടത്തിലൊരാളായിട്ട് കണക്കാക്കപ്പെടുന്നു. വ അഹദു അൽ മുഅമ്മരീൻ, അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആയുസ് കിട്ടിയ ആളാണ്. എങ്ങനെ തല്ലദിൻ ഇഷ്തഹറു ബിൽ ഹിക്മ വ ഷജാഅ, അതോടൊപ്പം ധീരതയും ധൈര്യവും തത്വജ്ഞാനം കൊണ്ടും പ്രസിദ്ധരായിട്ടുള്ള അങ്ങനെ സുദീർഘകാലം ജീവിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. കാന സയ്യിദ മിൻ സാദാത്തി ബനു തമീമുകാരിലെ നേതാക്കളിൽപ്പെട്ട ഒരു നേതാവാണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഫാമിലിയൊക്കെ ബനു തമീമിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ആ ബനു തമീമിലെ ലീഡർമാരുടെ കൂട്ടത്തിൽ ലീഡറായിരുന്നു അന്നത്തെ അക്സമുൻ സൊയ്ഫി. ഫീനൻ വആദിലൻ, കൂർമ്മ ബുദ്ധിയുള്ള ആൾ, നീതിമാൻ. യുഷീറു അലാ ഖൗമിഹി ബിർറഇ സ്വാഇബ് വയുഷാരിക്കുഹും ഫിൽ മആരിക വൽ ഗാറാത്ത്. യുഷീറു അലാ ഖൗമിഹി ബിർറഇ സ്വാഇബ്, നേർക്കുനേരെയുള്ള സ്വാഇബിനെ ശരിയായ അഭിപ്രായങ്ങളെ കൊണ്ട് തൻ്റെ ജനതയ്ക്ക് മാർഗദർശനം കൊടുക്കുമായിരുന്നു. യുഷീറു അലാ ഖൗമിഹി, തൻ്റെ ഖൗമിന് വഴി കാണിക്കുമായിരുന്നു. എങ്ങനെ? ബിർറഇ സ്വാഇബ്, നല്ല ശരിയായ അഭിപ്രായങ്ങളെ കൊണ്ട്. വയുഷാരിക്കുഹും, തൻ്റെ ഖൗമിൻ്റെ കൂടെ അദ്ദേഹം പങ്കാളിയായി. ഫിൽ മആരിക്, യുദ്ധങ്ങളിൽ. വൽ ഗാറാത്ത്, സംഘടനകളിൽ, ഏറ്റുമുട്ടലുകളിൽ. ഓക്കെ. ഫി യൗമിൽ അൽ കിലാബ് അസാനി എന്നറിയപ്പെടുന്ന യുദ്ധം, അതിൽ ഖാദ ഖൗമഹു, തൻ്റെ ജനതയെ നയിച്ചത് അഥവാ ബനു തമീമിനെ നയിച്ചത്, അതും ലി തഹ്ഖീഖ് ഇന്തിസാരിൻ കബീരിൻ, വലിയൊരു വിജയം നേടിക്കൊടുത്തത് ആർക്കെതിരെ? അല മദ്ഹിജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിദ്ഹജ് എന്ന് പറയുന്നതൊക്കെ ജാഹിലിയ കാലഘട്ടത്തിലെ ഒക്കെ മുമ്പുണ്ടായിരുന്ന പണ്ട് കാലം മുതലുള്ള ജസീറത്തിലെ വലിയ ഒരു പഴക്കം ചെന്ന ഒരു കബീലയാണ്, ഒരു ഗോത്രമാണ്. ആ ഗോത്രത്തിന് നേരെയും വഹുലഫഇഹ, ആ ഗോത്രത്തിൻ്റെ സഖ്യഗോത്രങ്ങൾക്ക് നേരെയും. ഇൻതസറ അല എന്ന് പറഞ്ഞാൽ വിജയിക്കുക എന്നാണ്. മറ്റുള്ളവരെ പരാജയപ്പെടുത്തി ജയിക്കണ ഇൻതസറ അല എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഇന്തിസാരിൻ കബീരിൻ, വലിയ വിജയം കിട്ടി. അല മിദ്ഹജ് വഹുലഫഇഹ, മിദ്ഹജിനും ഹുലഫ അവരെ സഖ്യകക്ഷികൾക്കും നേരെ. അവരാരാ? മിൻ അഹ്ലിൽ യമനുകാരാണ് ആ ഒരു ഗോത്രം ഉണ്ടായിരുന്നത്. അങ്ങനെ തൻ്റെ സൈന്യത്തെ നയിച്ച്, തൻ്റെ ഖൗമിനെ നയിച്ച് വിജയം നേടാൻ സാധിച്ചത് ബിഫദ്ലി ഹിക്മത്തിഹി, അദ്ദേഹത്തിൻ്റെ തത്വം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട്. ബറാഅത്തിഹി ഫിൽ ഹുറൂബ്, യുദ്ധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നൈപുണ്യം കൊണ്ടൊക്കെയാണ് സാധിച്ചത്. ഖാന അക്സമു മുസ്തഷാറൻ മൗസൂഖൻ ബൈനൽ അറബ്, അറബികൾക്കിടയിലെ ഒരു അവലംബ കേന്ദ്രമാണ് മുസ്തഷാർ. കൂടിയാലോചിക്കാനുള്ള കേന്ദ്രവും ഒരു അവലംബവുമാണ്. മൗസൂഖൻ ശരിക്കും ഡോക്യുമെൻറ്റിനാണ് പറയുക എന്ന് പറഞ്ഞാൽ അതൊരു അവലംബിക്കാൻ പറ്റിയ വിശ്വസ്തനായ ഒരു വ്യക്തിയായിരുന്നു അക്സം. വലജ ഇലൈഹി ലിഹല്ലി ഖിലാഫാത്തിഹിം, അവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തർക്കങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിലേക്ക് വരും. ഹൈസു കാനത്ത് അഹ്കാമുഹു മഖ്ബൂലത്തൻ ലദൽ ജമീഇ, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ, ഹുക്കുമുകൾ അത് മഖ്ബൂലത്തൻ, സ്വീകാര്യമായിരുന്നു. ലദൽ ജമീഇ, എല്ലാവരുടെ അടുക്കലും. നദറൻ ലിശറഫിഹി വനസാഹത്തിഹി, അത് അദ്ദേഹത്തിൻ്റെ വിശുദ്ധി കാരണത്താലും അദ്ദേഹത്തിൻ്റെ മഹത്വം കാരണത്താൽ എല്ലാവരും അത് അംഗീകരിച്ചു. കമാക്കാന കാത്തിബൻ വഖതീബൻ മുഫവ്വിഹൻ, അദ്ദേഹം വാചാലനായ ഖതീബാണ്, എഴുത്തുകാരനായിരുന്നു. യതബാദലുർ റസായില മഅ മുലൂക്കിൻ, രാജാക്കന്മാരുമായി കത്തിടപാട് നടത്താറുണ്ടായിരുന്നു. മിസ്ലു മലിക് ഹിജറിലെ രാജാവിനോട് നടത്തിയ പോലെ, മലിക്കു നജ്റാൻ വ കിസ്റ, ഇവരോടൊക്കെ പല നിലക്കും കത്തിടപാട് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വഖദ് ഷാറക ഫി വഫ്ദിൽ അറബ് ഇല കിസ്റയിലേക്കുള്ള അറേബ്യൻ നിവേദക സംഘത്തിൽ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. എപ്പോൾ ബഅദ അൻ ഇസ്തൻഖസൽ ഫുർസു മിൻ മക്കാനത്തിൽ അറബ്, അറബികളുടെ സ്ഥാനം പേർഷ്യക്കാർ ചെറുതായി കണ്ട സമയത്ത്, ഇസ്തൻഖസ അത് കുറവുള്ളതായിട്ട് കാണാം. ആ സമയത്ത് അവരിലേക്ക് ഒരു സംഘമായിട്ട് അദ്ദേഹം പോകുന്നുണ്ട്. ഫഅൽഖാ ഖുതുബത്തൻ അമാമഹു, അങ്ങനെ അദ്ദേഹം അവരുടെ മുമ്പിൽ, കിസ്റയുടെ ചക്രവർത്തിയുടെ മുമ്പിൽ ഒരു ഖുതുബ നിർവഹിച്ചു, ചരിത്രപ്രസിദ്ധമായ ഖുതുബ. അദ്ഹറത്തു ഫസാഹത്തുഹു വഹിക്മത്തുഹു, ആ സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ വൈഭവവും അദ്ദേഹത്തിൻ്റെ തത്വവും യുക്തിയും വിജ്ഞാനവുമെല്ലാം അവിടെ പ്രകടമാക്കി. വാദ്ഹഷത് കിസ്റ, അതാവട്ടെ കിസ്റയെ ആശ്ചര്യപ്പെടുത്തുകയും ചെയ്തു. നഷ അക്സമു ഫി ഖബീലത്തി ബനു ഉസൈദ് ഗോത്രത്തിലാണ് അദ്ദേഹം വളർന്നത്. ഇഹ്ദ ബുതൂനി തമീം, ബനു തമീമിൻ്റെ ഒരു ഉപഗോത്രമായിട്ടുള്ള. വഹിയ ഖബീല മുദ്രിയ മഅറൂഫ ബിൽ ഹിക്മ വശറഫ്, ഈ ഗോത്രമാവട്ടെ, ബനു ഉസൈദാവട്ടെ, അത് അറിയപ്പെട്ട ഒരു മുളിർ ഗോത്രത്തിൽപ്പെട്ട ഗോത്രമാണ്, മുളിരിയ ഗോത്രമാണ്. എന്തുകൊണ്ട് അറിയപ്പെട്ട? ബിൽ ഹിക്മ വശറഫ്, വിജ്ഞാനം കൊണ്ടും സ്ഥാനം കൊണ്ടും. കാനത്ത് ബനി തമീം മിൻ അക്ബറിൽ ഖബാഇൽ അറബി ഫിൽ ജാഹിലിയ, ബനു തമീം മിൻ അക്ബറിൽ ഖബാഇൽ അറബിയ ഫിൽ ജാഹിലിയ കാലഘട്ടത്തിലെ അറബി ഗോത്രങ്ങൾ വലിയൊരു ഗോത്രമാണ്. ഖവിയ, ശക്തമായ. വഅലീമതു ഷഅൻ, നല്ല സ്ഥാനമുണ്ടായിരുന്നു. ബൈനൽ ഖബാഇൽ ഉഖ്റ, മറ്റു ഗോത്രങ്ങൾക്കിടയിൽ. വംതദ നുഫൂദുഹ ഫി മനാത്തിഖ വാസിഅ, വ്യത്യസ്തമായ വിശാലമായ പ്രദേശങ്ങളിൽ ആ ഗോത്രത്തിൻ്റെ സ്വാധീനം നീണ്ടു കിടക്കുന്നതായിരുന്നു. ഇൻദമാ ബുഇസൻ നബിയു
സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അക്സമു ഷെയ്ഖൻ കബീറൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം വയോധികനായ ഒരു വൃദ്ധനായിരുന്നു. അർസല വഫ്ദ മിൻ ഖൗമിഹി, തൻ്റെ കൗമിൽ നിന്ന് ഒരു സംഘത്തെ അദ്ദേഹം നബിൻ്റെ അടുക്കിലേക്ക് നിയോഗിച്ചു. ബൈനഹും ഇബ്നുഹു വറജുലാൻ മിൻ ബനി തമീം. അന്ന് അദ്ദേഹത്തിൻ്റെ മകനും ആ സംഘത്തിലുണ്ട്, ബനൂ തമീമിലെ 2 വ്യക്തികളുമുണ്ട്. ഇല മക്കയിലേക്ക് ലിസ്തിഖ്സാഇ അഖ്ബാരിൻ നബിയിൽ ജദീദ്, പുതിയ പ്രവാചകൻ്റെ വാർത്തകൾ കൃത്യമായി അന്വേഷിക്കാൻ. ഇസ്തിഖ്സാന സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അന്വേഷിക്കുക, എല്ലാം ചോദിച്ചറിയാം. ബഅദ ഔദതിഹിം, അവർ മടങ്ങിയ ശേഷം അസറ അക്സറ ബിമാ വസമിഅഹു, അവരിൽ നിന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹത്തെ അക്സമിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഫജമഅ ഖൗമഹു, തൻ്റെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി. വഖത്ബ ഫീഹിം, അവരിൽ ഖുത്ബ നിർവഹിച്ചു. യഹുസ്സുഹും, അവരെ പ്രേരിപ്പിച്ചു. ഹസ്സ അല, പ്രേരിപ്പിക്കുക. യഹുസ്സുഹും അല, അവരെ പ്രേരിപ്പിച്ചു എന്തിന്? ഇത്തിബാഇൻ നബിയ്യി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുന്ന കാര്യത്തിൽ. സുമ്മ ഖറ തവജ്ജുഹ ഇല മക്ക, പിന്നെ അദ്ദേഹം മക്ക ലക്ഷ്യം വെച്ച് പോകാൻ തീരുമാനിച്ചു. ഖറ തീരുമാനിച്ചു, തവജ്ജുഹ് പോവുക, തവജ്ജഹ ഇല എന്ന് പറയും. തവജ്ജഹ ഇല, നീങ്ങ, പോവുക. മഅ മിഅത്തിൻ മിൻ ഖൗമിഹി, തൻ്റെ കൗമിൽ നിന്ന് 100 പേരെ ചേർത്തുകൊണ്ട്. ലാക്കിൻ ഫി ത്വരീഖി, പക്ഷേ വഴിയിൽ വെച്ച് ആന, അദ്ദേഹം വിഷമം അനുഭവിച്ചു. ആന അനുഭവിച്ചു, പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കണം, ആന എന്ന് പറയാം. മുആനാത്ത്, പ്രയാസം അനുഭവിക്കുക, പ്രയാസങ്ങൾ, പീഡനങ്ങളൊക്കെ പറയും. അങ്ങനെ അദ്ദേഹം പ്രയാസം അനുഭവിച്ചു. മിൻ ഷിദ്ദത്തിൽ ആത്ഷി, ധാരാളം ശക്തമായ ദാഹം അദ്ദേഹത്തെ പിടിപെട്ടു. വനഫാദിൽ മാ, വെള്ളം തീർന്നു പോവുകയും ചെയ്തു. നഫാദ്, തീർന്നു പോവുക. വഅഷ്ഹദ ഖൗമുഹും അലാ ഇസ്ലാമിഹി, വഅഷ്ഹദ ഖൗമുഹു അല ഇസ്ലാമിഹി, അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിന് അദ്ദേഹത്തിൻ്റെ ജനത സാക്ഷ്യം വഹിച്ചു. ഖബല അൻ യതവഫ, മരണപ്പെടുന്നതിന് മുമ്പ്. ഔസാഹും, അവർക്ക് വസിയത്ത് കൊടുത്തു. ബിത്തിബാഇൻ നബി, നബിയെ പിൻപറ്റണം. ഖബല റഹീലിഹി, അദ്ദേഹം പോണതിന് മുമ്പായിട്ട് എന്ന് അവർക്ക് വസിയത്ത് കൊടുക്കുകയും ചെയ്തു. ഇവിടെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ, ആഴത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അദ്ദേഹം ബനൂ തമീമിൻ്റെ ലീഡറാണ്. ഈ സമയത്താണ് വിശ്വാസമ പ്രവാചകനായിട്ട് വന്നിട്ടുണ്ട് എന്ന വിവരം അദ്ദേഹം അറിയുന്നത്. അദ്ദേഹം ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലായിട്ട് വായിക്കുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെ അദ്ദേഹം തൻ്റെ ജനതയോട് പറഞ്ഞു, അങ്ങനെ മക്കയിലൊരു മുഹമ്മദ് വിശ്വാസം ഒരു പ്രവാചകനായി വന്നിട്ടുണ്ട്, ഞാൻ അന്വേഷിക്കാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും, അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ പോകരുത്, നിങ്ങൾ പോയാൽ അവിടെ ഒരു ലീഡറില്ലാതെ പോകും, അതുകൊണ്ട് നിങ്ങൾക്ക് പകരം വേറെ ആരെങ്കിലും നിങ്ങൾ വിടണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തൻ്റെ മകനും പിന്നെ വേറെ 2 ആളെയും എന്ത് ചെയ്യും ചട്ടപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണത്, അവിടെ പോകാൻ പറയുന്നത്. അവിടെ ചെന്നിട്ട് നബിൻ്റെ എല്ലാ വിഷയങ്ങളും, ആരാണ് മുഹമ്മദ് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനാണോ, എന്താണ് പറയുന്നത്, ഇതൊക്കെ കേട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവരവിടെ ചെന്ന് അവർ നബിസ്വല്ലല്ലാഹു സംസാരിച്ചു. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ആരാണ്? അപ്പോൾ ഞാൻ മുഹമ്മദ് അബ്ദുല്ല, അങ്ങനെ റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് നബി പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ എന്താണ് കൊണ്ടുവന്നത്, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ചോദിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു നഹ്ലിലെ 90-ാമത്തെ ആയത്ത് അവിടെ ഓതി കൊടുക്കുകയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബാ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഅ്ലുകും ലഅല്ലകും തദക്കറൂൻ. ചരിത്രത്തിൽ കാണാൻ 3 പേരെ സ്വാധീനിച്ച ഒരു ആയത്താണ് ഈ ആയത്ത്. അതിൽ 2 ആൾ ഇസ്ലാം സ്വീകരിച്ചു, ഒരാൾ ഇസ്ലാം സ്വീകരിച്ചില്ല. അതിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തികളുടെ കൂട്ടത്തിലെ ആ 3 പേരിലൊരാളാണ് ഈ പറയുന്ന അക്സം സ്വൈഫി. ഈ ആയത്തിൽ പറയുന്നത്, അള്ളാഹു നിങ്ങളോട് അദിൽ കൊണ്ട് കൽപ്പിക്കുന്നു, നീതി, നന്മ, അടുത്ത ബന്ധുക്കൾക്ക് കൊടുക്കൽ, അതേപോലെ തിന്മയെ വിലക്കുന്നു, അതേപോലെ മോശപ്പെട്ട കാര്യങ്ങളെ, വൃത്തികേടുകളൊക്കെ വിലക്കുന്നു എന്നൊക്കെ പറയുന്ന ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വിശാല അർത്ഥത്തിലുള്ള ഒരുപാട് വിശദീകരിക്കാൻ പറ്റുന്ന വലിയ ആശയമുള്ള ഒരായത്ത്. അതിൽ മതി, അതിലെല്ലാ ഫസാഹത്തും എല്ലാ ബലാഗത്തും, ഈ കുറഞ്ഞ വാക്കിൽ വലിയ ആശയം പറയുന്ന ഈ ഖുർആനിൻ്റെ മഹത്വം അദ്ദേഹത്തിന് അറിയാം. ഈ ആയത്താണ് പറയാനുള്ളതെന്നാണ് വിശ്വാസം പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അദ്ദേഹത്തിന് മക്കൾ വന്നിട്ട്, അല്ലെങ്കിൽ പോയ ആൾ വന്നിട്ട് ഇവർ കാണാതെ ആവർത്തിച്ച് പഠിച്ചു, ഇത് മറന്നു പോകാതെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അക്സമിൻ്റെ അടുക്കൽ വന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുത്തു എന്നാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലേ? അദ്ൽ, നീതി എന്ന് പറഞ്ഞാൽ എല്ലാ നീതിയിൽ പെട്ടു. ആരാധന നീതി അള്ളാഹ്ക്ക് മാത്രമാക്കുന്നുള്ളതാണ് ആരാധന നീതി. ഒരാൾക്കും ഇബാദത്ത് ഒരാൾക്കും വകവെച്ച് കൊടുക്കാതൊക്കെ അത് അള്ളാഹ് കൊടുക്കുന്ന നീതിയാണ്. പിന്നെ മനുഷ്യർക്കിടയിൽ നീതി, എല്ലാ നീതി എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാം കാണുന്ന എത്രങ്ങാനും വിശാലമായ അർത്ഥമുണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു അള്ളാഹ് ഇതാണ് കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ അക്സന് മനസ്സിലാവുകയാണ്, ഇത് സത്യമാണ്, ഇത് പ്രവാചനാണ്, യഥാർത്ഥ പ്രവാചനാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ജനങ്ങളെ വിളിച്ചുകൂടിയിട്ടാണ് അവിടെ പിന്നെ അവരോട് ഉപദേശിക്കുന്നതും പ്രസംഗം നടത്തുന്നതും പിന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെടുന്നതും. ഇതാണ് ഇത് സ്വാധീനിച്ച മറ്റൊരു വ്യക്തി. പിന്നെ ചരിത്രം വേറെയും കാണും, ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ ഈ ആയത്താണ് കാരണമായത്. പിന്നെ ഇത് സ്വീകരിക്കാതെ പോയതാണ് നമ്മളെപ്പോഴും സാഹിത്യത്തിൽ പഠിക്കുന്ന ഒരു വാചകമുണ്ട്, നമ്മളെ അൽ വലീദ് ഇബ്നുൽ മുഗീറ അദ്ദേഹം നബിയുടെ അടുക്കൽ വന്ന് സ്വകാര്യമായിട്ട് ഈ ആയത്ത് കേൾക്കുന്നതും ഇത് അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ട് പിന്നെ അദ്ദേഹം പറയുന്ന ഖുർആനെ പറ്റി മഹത്വം പറയുന്ന വാചകമുണ്ടല്ലോ, ഖുർആൻ അതിന് മാധുര്യമുണ്ട്, അതിൻ്റെ അടി ഉറച്ചു പോയതാണ്, മുകൾ ഭാഗത്ത് പുഷ്പിക്കുന്നതാണ് എന്നൊക്കെ പറയുന്ന, പിന്നെ ഇന്ന ഫിൽ ഖുർആൻ ഹലാവ എന്നൊക്കെ പറയുന്ന വാചകം ഒക്കെ പറയുന്നത് ഈ ആയത്ത് വലീദിനെ കേട്ടിട്ടാണ്. പക്ഷേ പിന്നെ വലീദ് മുസ്ലിമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുശ്രിക്കുകൾ പറഞ്ഞപ്പോൾ
ഇല്ല, വലീദ് മുസ്ലിം ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിനെ നിരാകരിക്കുകയാണ്. ഏതായാലും അപ്പോൾ ഈ ഒരു ആയത്ത് അവരിൽ സ്വാധീനിച്ച് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയായിരുന്നു, ഈ ആയത്തിലൂടെയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് എന്നതും നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയും. ഇനി അടുത്തത് അൽ അംസാലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.